CPM ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അവർ കൊല്ലുന്ന ആൾക്കാരെ അവർക്ക് ഏത് തരത്തിലും വ്യക്തിഹത്യ, അവരുടെ കുടുംബങ്ങളെ എന്തും പറയാം. പിണറായി വിജയൻ്റെ ഇമേജ് വളരെ മോശമായിരുന്നു. വളരെ വൃത്തികെട്ട ഒരവസ്ഥയിലൂടെയാണ് CPM പടന്നു പോയിക്കൊണ്ടിരുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ കാണുന്നത് മുസ്ലിം പെൺകുട്ടികൾ സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ ഓടി നടക്കുന്നതാണ്. അവർ ബുള്ളറ്റ് ഓടിക്കുന്നു. നരേന്ദ്രമോദി നശിച്ചു പോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നൊരു പെൺകുട്ടിയാണ്. കഴിഞ്ഞ നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തിന് ആ പെൺകുട്ടി ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് BJP തോറ്റു എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. CPMൻ്റെ അവസ്ഥയോ മറിച്ച് അവർക്ക് 11 സീറ്റ് വേണം അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ. അത് 3 സംസ്ഥാനത്ത് നിന്ന് വേണം. മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്ന ഒന്നാണോ അമ്മ വെട്ടിക്കൊന്നിട്ട് അമ്മയെ കൊണ്ട് മകൻ്റെ ചോറിൽ കുഴച്ച് തീറ്റിക്കുക എന്നൊക്കെ പറയുന്നത്? നമസ്കാരം, ജനവിധിയിലേക്ക് സ്വാഗതം. ജനവിധിയിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത് BJP നേതാവ് യുവരാജ് ഗോകുലാണ്. യുവരാജ്, നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ അധികം നാളുകളില്ല. അതെ, 1ാം ഘട്ടം ആരംഭിച്ചു. നമ്മൾ പോളിംഗിലേക്ക് പോകാൻ, കേരളം പോളിംഗിലേക്ക് പോകാൻ ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഒരാഴ്ച പോലും ഇല്ല അല്ലേ? അങ്ങനെയാണ്. മുന്നണികളെല്ലാം ഏറെ പ്രതീക്ഷയിലാണ്. മുന്നണികളൊക്കെ വലിയ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്, അത് സ്വാഭാവികം. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ നോക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. അതായത് സർക്കാരിന് പ്രതിരോധത്തിലാക്കാവുന്ന വിധത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഓരോ മണ്ഡലവും എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. തോന്നിയോ അങ്ങനെ? അല്ല, അത് അവരുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് വിഷയം ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു 2020 ഒക്ടോബർ ആ ഒരു ടൈമിലാണത് വരുന്നത്. ഇപ്പോൾ 2020 ഡിസംബർ മാസത്തിലാണ് നമ്മുടെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന ഘട്ടത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് വരെയും പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ക്യാമ്പയിനിൽ ഫ്രണ്ടിലേക്ക് വന്നിട്ടേ ഇല്ല. അന്ന് അവരുടെ ഒരു തന്ത്രം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മാത്രം ചിത്രം എന്നുള്ളതായിരുന്നു. അതിന് മുമ്പൊക്കെയും ഇടതുപക്ഷം വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ആ തലത്തിലുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം സ്ഥാനാർത്ഥികളെ പ്രസൻറ്റ് ചെയ്യുന്ന തലത്തിലുള്ള ഒരു പാറ്റേൺ ആണ് അവരെപ്പോഴും എടുക്കുക. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിണറായി വിജയൻ്റെ ചിത്രം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് ലീഡറുടെ ചിത്രവും അവർ പോസ്റ്ററുകളിൽ ഉപയോഗിച്ചില്ല. പകരം പ്യുവർ സ്ഥാനാർത്ഥികൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനെ വളരെ ലോക്കലാക്കി ഫൈറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അതായത് ഈ സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്, ഇന്ന വ്യക്തിയാണ്, അതിനകത്ത് അപ്പുറത്തേക്കൊരു ചിത്രമില്ല എന്നുള്ളത്. കാരണം പിണറായി വിജയൻ്റെ ഇമേജ് വളരെ മോശമായിരുന്നു. വളരെ വൃത്തികെട്ട ഒരവസ്ഥയിലൂടെയാണ് CPM പടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് ആ ഗെയിം പ്ലാൻ വളരെ നന്നായിട്ട് അവർ അവെയറാണ്. അതിനകത്ത് എങ്ങനെയാണ് ആ സാധനത്തിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂസിനെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോക്കലായിട്ട് മറ്റ് ചില വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതാണ് വിഷയം എന്നുള്ള തലത്തിലേക്ക് അവർക്ക് അതിനെ കൊണ്ടുവന്നിട്ട് സീറോ ഇൻ ചെയ്യുക എന്നൊക്കെ പറയുള്ളൂ. എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ള തലത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. അതൊരു CPMൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ഭരണവിരുദ്ധ വികാരം അത് പ്രകടമാണ് സംസ്ഥാനത്ത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈസ്റ്റർ, റംസാൻ, വിഷു സമയമാണ് കടന്നുപോയത്. ഈ സമയത്ത് സപ്ലൈകോ മാർക്കറ്റുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനമില്ല. നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുത്ത് നമ്മൾ എഗ്രിമെൻറ്റ് 11 മാസം കൂടുമ്പോൾ റിന്യൂ ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഒറ്റയടിക്ക് അത് 500 രൂപ 5 മടങ്ങിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യയിൽ പെട്രോൾ പ്രൈസ് 95 രൂപയാണ്. നമ്മൾ ഓരോ ദശകങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും അധികം പെട്രോളിൻ്റെ വില വർധന കുറഞ്ഞ ദശകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം 50% വർധനവ് മാത്രമേ മുമ്പുള്ള ദശകത്തിൽ നിന്ന് ഇപ്പോൾ വരുമ്പം ഉണ്ടായിട്ടുള്ളൂ. വളരെ ചെറിയൊരു ഇതാണ്. സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകണം. കാരണം വെച്ചാൽ മണിയുടെ ആ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായാലേ പറ്റുള്ളൂ. അത് നാമമാത്രമായ ഇൻക്രിമെൻ്റ് മാത്രം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം വിലയുള്ള 2ാമത്തെ സ്റ്റേറ്റായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖല നമ്മൾ ഒരു വീട് വയ്ക്കാൻ പോകുന്നു. പണ്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു എമൗണ്ടാണ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര മടങ്ങാണ് കൂടിയിരിക്കുന്നത്? 10,000-ന് പുറത്തേക്ക് ആ എമൗണ്ട് പോകുന്ന തലത്തിലേക്ക് മാറും. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ തുടങ്ങി സൂചി മുതൽ കർപ്പൂരം വരെ സകലതിനും വില മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തലത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു സാഹചര്യം മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ട്.
നമ്മുടെ സംസ്ഥാനത്തെ മതേതരത്വ ചിന്തകൾ അതേക്കുറിച്ചൊക്കെ വാചാലരാവാറുണ്ട് ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും. പക്ഷേ ഇവിടുത്തെ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ എത്തി നിൽക്കുന്നത് ന്യൂനപക്ഷത്തിന് വേണ്ടി അവരെ പരിഗണിക്കുക അതുമാത്രമായി ഒതുങ്ങുകയല്ലേ നമ്മുടെ സംസ്ഥാനത്ത്? ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ തന്നെ ഒരു പക്ഷത്തിന് വേണ്ടിയിട്ടൊന്ന് നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ പറയേണ്ടി വരും. അത് സ്പെസിഫിക്കലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഒരു തീവ്ര ഇസ്ലാമിക പുരുഷാധിപത്യത്തിന് വേണ്ടിയിട്ട് മാത്രം എന്നാണ്. സ്ത്രീപക്ഷത്തിന് വേണ്ടി പോലും അവർ സംസാരിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുത്തലാഖ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്ത്രീകളോട് ചെന്ന് മുസ്ലിം സ്ത്രീകളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിം സ്ത്രീകളുടെ നിലപാട് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിലപാടുണ്ട്. പക്ഷേ CPM-ൻ്റെ നിലപാട് മുസ്ലിം പുരുഷനോടൊപ്പമാണോ മുസ്ലിം സ്ത്രീയോടൊപ്പമാണോ? മുസ്ലിം പുരുഷനോടൊപ്പം മാത്രമാണ്. അല്ലാണ്ട് അവിടെയും അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പൂഞ്ഞാറിലോ മറ്റോ ഒരു വികാരി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. CPM ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ആക്രമിച്ചവർക്കൊപ്പമാണ് നിൽക്കുന്നത്. ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? എൻ്റെ ഒരു വായനയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് പാർലമെൻറ്റിൽ രാജാവിനെ അനുകൂലിക്കുന്നവർ വലതുപക്ഷത്തും പ്രതികൂലിക്കുന്നവർ ഇടതുപക്ഷത്തും ഇരിക്കുകയും അങ്ങനെയാണ് ഈ ഇടത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതൊരു ദുർബല പക്ഷമാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എടുത്തു കഴിഞ്ഞാൽ ദുർബല പക്ഷം ആരാണ്? മുസ്ലിം പുരുഷനാണോ സ്ത്രീയാണോ? അവർ ഇടതുപക്ഷത്തല്ല നിൽക്കുന്നത്. അവർ മുസ്ലിം പുരുഷൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്, അധികാരത്തിൻ്റെ ഒപ്പമാണ് അവർ നിൽക്കുന്നത്. മുത്തലാഖ് കൊടുക്കാനുള്ള അവകാശം ആർക്കായിരുന്നു? അത് പുരുഷനായിരുന്നു അവകാശം. അവിടെ സ്ത്രീക്കൊപ്പം അല്ല അവർ നിൽക്കുന്നത്, അവിടെ അവർ പുരുഷനൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ സകല വിഷയങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ്? ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നൊരു വിഷയമുണ്ട്. അവരുടെ CPM-ൻ്റെ പ്രകടന പത്രികയിൽ വളരെ വലുതായിട്ട് അവർ വാഗ്ദാനം നൽകുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വരുന്നതൊക്കെ രണ്ടാമത്തെ വിഷയമുള്ളൂ, നോട്ടെ തോൽപ്പിക്കണ്ടേ. അപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്ത് കളയും എന്നുള്ളതാണ്. നോക്കൂ, നമ്മളിപ്പോൾ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ കാണുന്നത് മുസ്ലിം പെൺകുട്ടികൾ സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ ഓടി നടക്കുന്നതാണ്. അവർ ബുള്ളറ്റ് ഓടിക്കുന്നു, അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യങ്ങളിലൂടെ ആ പെൺകുട്ടികൾ കടന്നുപോവുകയാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് JNUവിൽ ടുക്കുടെ മുദ്രാവാക്യം ഉയർത്തിയൊരു പെൺകുട്ടിയായിരുന്നു ഡോക്ടർ ഷഹല റാഷിദ് എന്ന് പറയുന്ന ആൾ. നരേന്ദ്രമോദി നശിച്ചു പോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നൊരു പെൺകുട്ടിയാണ്. കഴിഞ്ഞ നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തിന് ആ പെൺകുട്ടി ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കാരണം മുസ്ലിം സ്ത്രീകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം കശ്മീരിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതൊരു ഐ ഓപ്പണറായിരുന്നു എന്നാണ് അവർ പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് ആ ജനതയെ മൊത്തത്തിലെടുത്ത് മാറ്റാൻ കഴിഞ്ഞു. അവിടുത്തെ പെൺകുട്ടികളെ ഉൾപ്പെടെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലേക്കല്ല ഇവർ ഫോക്കസ് കൊടുക്കുന്നത്. ഇവർ വീണ്ടും ഇവരെയൊക്കെ എങ്ങനെ ചങ്ങലയിട്ട് തളയ്ക്കാം എന്നുള്ള ഒരൊറ്റ ഇതിൽ മാത്രമാണ് ഇവർ നിൽക്കുന്നത്. നമ്മുടെ 20 മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും BJP 1-ാം സ്ഥാനത്തെത്തിയേക്കും അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തെത്തും എന്നൊക്കെ പൊതുവായൊരു ധാരണയുണ്ട്. നമുക്ക് പ്രചരണമൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. BJP സ്ഥാനാർത്ഥികളെല്ലാം 20 മണ്ഡലങ്ങളിലും പിന്നോട്ട് പോവും, 3-ാം സ്ഥാനത്തെത്തുകയുള്ളൂ എന്ന് പ്രചരിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്, ഇല്ലേ? നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും ദുർബലമായ 2 സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. സംഘടനാപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് BJP തോറ്റു എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. കാരണം BJPക്ക് 1999 അധികാരത്തിൽ വരുമ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റുകളുടെ 1/3 ലഭിച്ചത് പ്രധാനമായിട്ടും UP എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് മാത്രമാണ്. 1/3 അല്ലെങ്കിൽ 4/1 ലഭിച്ചത് അവിടെ നിന്ന് മാത്രമാണ്. പക്ഷെ 2014-19 കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ BJP 2004 ഇല്ലാതിരുന്ന ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് BJP വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2004 കർണാടകയിൽ BJP ഒരു ഫോഴ്സ് ആയിരുന്നില്ല. പക്ഷേ 2014 എത്തുമ്പോഴേക്കും കർണാടകയിൽ BJP ഒരു ടൈം ഒറ്റയ്ക്ക് ഭരിച്ചു കഴിഞ്ഞ ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്കാനയിൽ
തെലുങ്കാന ആന്ധ്ര മേഖലയിൽ BJP ഒരു ഫാക്ടർ ആയിരുന്നില്ല. പക്ഷേ ഇന്ന് തെലുങ്കാനയിൽ BJP 8 MLA സീറ്റ് ജയിക്കുകയും 3 വളരെ ക്ലോസ് രീതിയിൽ തോൽക്കുകയും വീണ്ടും ഒരു 10-16 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. 2019 തന്നെ 4 MPമാരെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് BJP നേടി. ഇത്തവണ അത് 8ലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഒറീസയിൽ BJP BJDയുടെ ഒരു വാല് മാത്രമായിട്ട് നിന്നെടുത്തതെന്ന് ഇന്ന് BJDക്ക് നേരെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കാൻ ശേഷിയുള്ള പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ 16 MPമാരെ ജയിച്ച സ്ഥലത്ത് ഇന്ന് BJP ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് മാറുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ചെന്ന് കഴിഞ്ഞാൽ ശിവസേനയുടെ വാല് മാത്രമായിരുന്നു BJP എന്ന് പറയുന്ന പാർട്ടി ഒരു കാലഘട്ടത്തിൽ. അന്ന് അവിടെ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പാർട്ടി. കോൺഗ്രസിൽ നിന്ന് സ്പ്ലിറ്റായി പോയ NCP പോലും വലിയൊരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എത്ര വലിയ ശക്തിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് BJP ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ ശേഷിയുള്ള പാർട്ടിയായിട്ട് മാറി. ബീഹാറിൽ അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിയാനയിൽ BJP ഇല്ലായിരുന്നു. 2004 BJP ഇല്ല. ഓം പ്രകാശ് ചൗട്ടാല എന്ന് പറയുന്ന ഒരു പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഘടകകക്ഷി മാത്രമായിട്ട് 1-2 സീറ്റ് മത്സരിക്കാൻ കിട്ടുന്ന പാർട്ടി. അസം ഗണപരിഷത്തിൻ്റെ വാല് മാത്രമായിരുന്നു ആസാമിൽ BJP. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇവിടങ്ങളിലെല്ലാം BJP ആണ് 1ാം നമ്പർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും BJP മുമ്പോട്ടാണ് പോകുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് മത്സരിക്കുന്നത്? കേരളത്തിൽ ഒരൊറ്റ സീറ്റിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് മത്സരം നടത്തിയിരിക്കുന്നത്, തിരുവനന്തപുരം പാർലമെന്റിൽ മാത്രം. മറ്റെല്ലാ സ്ഥലങ്ങളും നമ്മൾ 19 സ്ഥലങ്ങളും നമ്മൾ തോക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ പാർലമെന്റിൽ കഴിഞ്ഞാണ് 2.5 ലക്ഷം വോട്ടുണ്ടെങ്കിൽ 56,000 വോട്ട് മാത്രമാണ് നമുക്ക് 2014 കൊല്ലത്ത് നമുക്ക് 75,000 വോട്ട്. കൊല്ലത്ത് നമുക്ക് 56,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 1 ലക്ഷമായിട്ട് കൂടി. ആലപ്പുഴയിൽ നമുക്ക് 1 ലക്ഷത്തിൽ താഴെ വോട്ടുണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ തവണ 2 ലക്ഷത്തോളം വോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ എല്ലായിടത്തും BJPയുടെ ഗ്രാഫ് വളരെയധികം മുമ്പോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ്. പത്തനംതിട്ടയിൽ നമ്മൾ 30% വോട്ട് നേടി, 30%-ഓളം വോട്ട് നേടി. തൃശ്ശൂരിൽ നമ്മൾ 30%-ഓളം വോട്ട് നേടി. അപ്പോൾ ഒരു സീറ്റിൽ മാത്രം മത്സരിച്ചിരുന്ന BJP ഇന്ന് ജയത്തിലേക്ക് പറയുമ്പോൾ 4-5 സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റത് ഒരു സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്ത് തോൽപ്പിച്ചാൽ മതിയെന്ന് പറയുന്നിടത്ത് ഇന്ന് 4-5 സീറ്റിൽ ഞങ്ങൾ ക്രോസ് വോട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം 2 മുന്നണികൾക്കും കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി പാർട്ടി മുമ്പോട്ടാണോ പോകുന്നത്? BJPയുടെ രാഷ്ട്രീയം മുമ്പോട്ടാണോ പുറകോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദുർബല സംസ്ഥാനമായ കേരളത്തിൽ പോലും അത് മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. CPMൻ്റെ അവസ്ഥയോ മറിച്ച് അവർക്ക് 11 സീറ്റ് വേണം അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ. അത് 3 സംസ്ഥാനത്ത് നിന്ന് വേണം. കേരളത്തിൽ പോലും അവർക്ക് 2 MPമാരെ കിട്ടില്ല. കേരളത്തിലെ 2 MPമാരെ പോയിട്ട് 2 പകുതി MPമാരെ പോലും CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമാണ്. അപ്പോൾ CPMൻ്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്, BJPയുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് ഉത്തരവുണ്ട്. വലിയ അട്ടിമറികൾക്ക് സാധ്യത കാണുന്നുണ്ടോ ഈ 2024 പ്രത്യേകിച്ചും കേരളത്തെ? ക്രോസ് വോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. അല്ല, അട്ടിമറികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ വളരെ തികഞ്ഞ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അവസാന നിമിഷങ്ങളിൽ അവർക്ക് തമ്മിൽ ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ദുർബലനാണ് എന്നുള്ളത് കൊണ്ട് അവർ ക്രോസ് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും നിലവിൽ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പർട്ടിക്കുലർലി നമുക്കറിയാം കാലങ്ങളിലെ ത്രികോണ മത്സരം നടക്കുന്നതാണ്. ഇത്തവണ അതൊരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കക്ഷി വളരെയധികം പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും BJP അല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് 100% ഉറപ്പുണ്ട്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. പാലക്കാട് അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അട്ടിമറി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് BJP ജയിക്കുന്നതാണ് ഇവിടുത്തെ അട്ടിമറി. അല്ലെ UDF LDF ജയിക്കുന്ന ഇവിടെ ഒരു അട്ടിമറി അല്ലല്ലോ. അപ്പോൾ അട്ടിമറിക്കുള്ള സാധ്യതകൾ ഒന്നിലധികം സീറ്റുകളിൽ പ്രകടമായി തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. CPMന് 2019 അടിയേറ്റത് നവോത്ഥാനത്തിലൂടെയാണ്. ശബരിമല വിഷയമൊക്കെയുണ്ട്, ഉയർത്തിക്കൊണ്ടുവന്നൊരു നവോത്ഥാന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നല്ല അടിയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇത്തവണ 2024 അത് നവകേരളയിലൂടെ ആയിരിക്കുമോ ആ അടി?
അല്ല, അടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ അകത്ത് ആർക്കും സംശയമൊന്നുമില്ല. അത് എന്തിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. 2019 ഒരു ശബരിമല പോലൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ആ ശബരിമല വിഷയം ബാക്ക് ഫയർ ചെയ്തു എന്നുള്ളതാണ്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുത്തലാഖ് വിഷയത്തിലൊരു നയം, UCCയിലൊരു നയം, എന്നാൽ ശബരിമലയിൽ വരുമ്പോൾ മാത്രം എന്തോ സ്ത്രീപക്ഷം എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇവർ സ്ത്രീകൾ വന്ന് ആറ്റുകാൽ പൊങ്കാലയിടുന്ന ആറ്റുകാലിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് മുഴുവനും അവരതിനെ എത്രത്തോളം അധിക്ഷേപിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം അധിക്ഷേപിക്കുന്ന സാഹചര്യമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. ഇപ്പോൾ അമൃതാനന്ദമയി അമ്മയെ പോലെയുള്ള സന്യാസിനിമാർ, ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. സനാതന ധർമ്മത്തിൽ നിന്ന്, ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് ഉയർന്നു വന്ന ഗുരുക്കന്മാരാണ്. ആ അമ്മയോട് അവരെടുക്കുന്ന നയം എന്താണ്? അപ്പോൾ നമ്മുടെ സാംസ്കാരികമായി മതപരമായി ഒരു സ്ത്രീ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ, അതും വളരെ പിന്നോക്കമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ അമ്മയോട് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഗുരുവിനോട് എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ് ഇവർ ഈ പറയുന്നത്. ഹിന്ദു മതത്തിനകത്ത് നവോത്ഥാനം ഉണ്ടാക്കാനാണ് ഈ വരുന്നതെന്ന് പറയുന്നത് അവരുടെ ശുദ്ധമായ ഇരട്ടത്താപ്പാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ അവരെ ഒരു സീറ്റിലേക്ക് മാത്രം, അതും പരാപരം അവർ കടന്നുകൂടുന്ന ഒരു സാഹചര്യം മാത്രമായിട്ട് മാറിയത്. ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇല്ല. ഇപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ വലിയ സാമ്യതകളുണ്ട്. കാരണം ഈ മുണ്ടുടുത്ത മോദി എന്ന് പിണറായിയെ വിളിക്കുന്നുണ്ടല്ലോ, ഈ പൗണ്ഡ്രക കൃഷ്ണൻ എന്ന് വിളിക്കുന്നത് പോലെയാണ്. പണ്ട് മഹാഭാരത കാലഘട്ടത്തിലൊരു പൗണ്ഡ്രക കൃഷ്ണൻ, യഥാർത്ഥത്തിലൊരു കൃഷ്ണനുണ്ട്, ഇപ്പുറത്ത് ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു പൗണ്ഡ്രക കൃഷ്ണനുണ്ട്. അപ്പോൾ അതുപോലൊരു പൗണ്ഡ്രക കൃഷ്ണ വേഷമാണ് പിണറായി വിജയൻ്റെ. നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് വികസനം എവിടെയും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന തലത്തിൽ അദ്ദേഹം വികസന മാതൃകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലെ വഡോദര റെയിൽവേ സ്റ്റേഷൻ ആയിക്കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് ആയിക്കൊണ്ടുപോട്ടെ, UP-യിലെ കാശിയിൽ ചെന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡോ ആയിക്കൊണ്ടുപോട്ടെ, എല്ലാം അതിമനോഹരമാക്കി അദ്ദേഹം മാറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായി ഞാൻ പറയുകയാണ്, കഴിഞ്ഞ തവണ ഞാൻ കരുതിയിരുന്നത് 2019 വരെ ഞാൻ കരുതിയിരുന്നത് ഇദ്ദേഹം വികസനം എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുണ്ടാക്കുന്നതെന്നാണ്. ഇടതുപക്ഷം അങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത്. ഇടതുപക്ഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തത് ഇതിൻ്റെ ഒരു വേറൊരു മോഡൽ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതായത് ഗവൺമെൻറ് ആശുപത്രി പെയിൻ്റ് അടിക്കുക, ഗവൺമെൻറ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വലിയ കമാനം കെട്ടിവെക്കുക, എന്നിട്ട് ഇതിനെയൊക്കെ ഞങ്ങളുടെ വലിയ വികസന മാതൃകകളാക്കി അവതരിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിക്ക് പഠിക്കാൻ ശ്രമിച്ചതാണ് പിണറായി വിജയൻ. പക്ഷെ നരേന്ദ്രമോദിജിക്ക് വലിയ ഫോക്കസിലേക്കാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പോയത്. കാരണം 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന് പറയുന്ന ലക്ഷ്യം നരേന്ദ്രമോദിജിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വികസനത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ സിംഗപ്പൂർ പോയി ഇറങ്ങുന്നു, UK-യിൽ പോയി ഇറങ്ങുന്നു, വാഷിങ്ടണിൽ പോയി ഇറങ്ങുന്നു. എത്ര വൃത്തിയായിട്ടാണ്, മനോഹരമായിട്ടാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളാവട്ടെ മറ്റ് സംവിധാനങ്ങളാകട്ടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു വികസിത രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കണം ആൾക്കാർ യാത്ര ചെയ്യാൻ ചെന്നിറങ്ങുന്ന നിർമ്മിതികളാകട്ടെ മറ്റ് കേന്ദ്രങ്ങളാകട്ടെ ഉണ്ടാകേണ്ട. അപ്പോൾ അത് ഭാരതത്തിൽ ഇത് വളരെ പതുക്കെയെങ്കിൽ അതിൻ്റെ ബേസ് ഇട്ട് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അദ്ദേഹം അത് അവിടെ ജസ്റ്റ് കുറേ മോഡലുകൾ ഉണ്ടാക്കി നിർത്തുകയല്ല ചെയ്തിരിക്കുന്നത്. പകരം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കോടികൾ മുടക്കിയാണ് പണി നടക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മാത്രം 400 കോടി മുകളിൽ പണി നടക്കുന്നുണ്ട്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പണി തീരാറായി, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട്? ഇത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുകയാണ്. BJPക്ക് ഒരു MPയോ MLA പോലും ഇല്ലാത്ത കേരളത്തിൽ പോലും ഇത് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യ മുഴുവൻ ഇതുപോലെ തന്നെ നടക്കുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. ഇതിപ്പോൾ ഒരു 5 വർഷത്തോ 10 വർഷമോ കൊണ്ട് കഴിയും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വിദേശി ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെ ഇങ്ങനെയാണ് അവർ കാണേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ് നരേന്ദ്രമോദിജി ഇത് ചെയ്യുന്നത്. നമ്മൾ കരുതുന്നത് പോലെ ഇത് വെറുതെ ഇങ്ങ് ചെയ്തു പോവുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ 2036 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യണം, 2047 നമ്മൾ വികസിത രാജ്യമാകണം. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു റൂട്ട് മാപ്പുണ്ട്. ആ റൂട്ട് മാപ്പിലൂടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ കടന്നു പോകുന്ന അങ്ങനെയൊന്നുമല്ല. ഇവർ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് കുറേ ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം മുഴുവൻ ചെയ്തു. ബേസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ബേസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കടമാവുന്നത്. ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം നടക്കുന്നുണ്ട്. 14,000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ട് 3,000 പേർക്കാണ് കൊടുത്തത്. അപ്പോൾ അവർ ബാക്കി പോയിട്ട് അവർ ജോലി തരാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 58,000 കോടി കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ശമ്പളം തരാൻ കാശില്ല എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള സർക്കാരിൽ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി.
ക്ഷേമ പെൻഷൻ മുടങ്ങി, പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. KSRTCക്കാർക്ക് ശമ്പളം കിട്ടാതായിട്ട് കാലം കുറയായി. അപ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുന്നതാണ് ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അടിയിൽ സാധനമില്ല, ബേസ് എന്ന് പറയുന്ന സാധനമില്ല, പകരം കടം വാങ്ങി കുറേ ഗിമ്മിക്ക് കാണിക്കുകയാണ്. ഇത് സസ്റ്റൈനബിൾ മോഡലല്ല. ഈ സാധനം പൊളിഞ്ഞു വീഴും. 2016 തൊട്ട് 21 വരെ ഈ കടം വാങ്ങി ഒരു ഗിമ്മിക്ക് കാണിക്കാൻ ഇവർക്ക് സാധിച്ചു. പക്ഷെ 21-ന് ശേഷം അടിയിൽ ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പതുക്കെ പതുക്കെ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ റിസൾട്ടിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് മറ്റൊരു കക്ഷിക്കായിരിക്കും ചിലപ്പോൾ പ്രയോജനം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതെ, ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയത്തൊക്കെ ദേശീയ വിഷയങ്ങളെക്കാൾ കൂടുതൽ പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ ഒരു വ്യത്യാസം തോന്നി. മുൻപൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതൊരു 2 ആഴ്ച പിന്നിട്ടപ്പോൾ പ്രചരണം ആരംഭിച്ച് അത് അവിടെ നിന്നും താഴേക്ക് പോയി വ്യക്തികളിലേക്ക് ഒതുങ്ങി. ഓരോ സ്ഥാനാർത്ഥികളുമായൊക്കെ ബന്ധപ്പെട്ടായി പിന്നീട് പ്രചരണം പോകുന്നത്. അതിന് ഉദാഹരണമാണെന്ന് തോന്നുന്നു വടകരയിലെ വിഷയമൊക്കെ. ശ്രദ്ധിച്ചില്ലേ അത്? അതായത് ദേശീയ വിഷയമില്ല എന്നുള്ളതല്ല, ദേശീയ വിഷയമായിട്ട് അവർക്ക് എന്ത് വിഷയമാണ് എടുത്ത് ഉന്നയിക്കാൻ സാധിച്ചിരുന്നത്. അവരാകെ ഇപ്പോഴും പറയുന്നത് ജനാധിപത്യം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ. ജനാധിപത്യവും ഭരണഘടനയൊന്നും ഇവരെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് സംരക്ഷിക്കാൻ തന്നെയാണ് ജനം വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യത്തിൽ തന്നെയാണ്. അവർക്ക് വിഷയമില്ല പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവരത്രമേ. പിന്നെ സംസ്ഥാന വിഷയത്തിലേക്ക് വന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് അവർക്കെടുത്ത് ഉന്നയിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ ടാക്ടിക് എന്ന് പറയുന്ന ഒരു സാധനം അവർക്കിവിടെ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ടാക്ടിക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഇപ്പോൾ പറയുന്ന ശൈലജ ടീച്ചറിൻ്റെ പേരിൽ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ആര് റിലീസ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ റിലീസായി എന്ന് നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് 7-8 ദിവസമായി. ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരവും ഭരിക്കുന്നത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെയാണ് IT-യും ഭരിക്കുന്നത്. അത് ചെയ്ത ഒരാളെ ഇതുവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ലേ? അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ആ ഒരു ചെയ്ത ഒരാളെ ഇവർക്ക് വിഷയം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനും ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അധീനതയിലല്ലേ ഈ വകുപ്പുകളൊക്കെ വരുന്നത്. യാതൊരു വിവരവും കേട്ടിട്ടില്ല. ഇത് തന്നെ നമ്മൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്തും കേട്ടു. ഇങ്ങനെ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേരെ മറ്റൊരു തലത്തിലുള്ള. അപ്പോൾ ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും വരുമ്പോൾ CPM-കാർ മാത്രം എടുത്ത് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സാധനമാണ്. ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളാരും ഇത് കണ്ടില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. ഇവർ ഈ പറഞ്ഞ് ഒരു പ്രസ് മീറ്റൊക്കെ നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ എന്ന് നമ്മൾ കാണുന്നത്. അതിനുശേഷം കുറേ ട്രോളുകളിലൂടെ മാത്രമാണ് ഇത് കാണുന്നത്. പിന്നെ ഇവരുടെ കുറേ പരസ്യങ്ങളിലൂടെ നമ്മളിത് മറക്കാൻ പാടില്ല, ടീച്ചറിനെ എങ്ങനെ ആക്രമിച്ചു. ഓക്കെ, ശരി, ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് ഇത്ര മടി? അത് കൊണ്ടുവരണ്ടേ? അല്ലാണ്ട് ഇതിനെ വെറുതെ ഒരു പുകമറയ്ക്കകത്ത് നിർത്തി ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് കാര്യമുണ്ടോ? ഒന്ന്, അതില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാർ ഇത് ചെയ്യാത്ത ആൾക്കാരാണോ? ഇപ്പോൾ നമ്മുടെ എതിർചേരിയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും KK രമയ്ക്കെതിരെ ആസ്ഥാന വിധവ എന്നാണ് അവരെ ഒരു കാലഘട്ടത്തിൽ അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ സരസു ടീച്ചർ ഇവിടെ മത്സരിക്കുന്നുണ്ട്, ആലത്തൂർ മത്സരിക്കുന്നുണ്ട്. ടീച്ചർക്ക് ശവമാടം ഒരുക്കി വെച്ച ആൾക്കാരാണ് SFI-ക്കാർ. അതിനെക്കുറിച്ചിട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എതിർപക്ഷത്തുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എതിർപക്ഷത്തെ രാഷ്ട്രീയക്കാരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചാകട്ടെ, ഇപ്പോൾ ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഒരു വ്യവസായം, അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ അവിടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് പോലും. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ. ഇത്രയും നികൃഷ്ടമായിട്ടാണ്. ഇപ്പോൾ KK രമയ്ക്കെതിരെ ഇപ്പോൾ TP ശ്രീനിവാസനെ വെട്ടിക്കൊന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണ്, KK രമയുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്ന് വരെ ഇവർ പറയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പറയാൻ യാതൊരു മടിയുമുള്ള പ്രസ്ഥാനം അല്ല CPM എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മാത്രം ഇവരുടെ കുറേ ആൾക്കാർക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആക്രമണം എന്നൊക്കെ പറഞ്ഞ് വരുന്നതിനകത്ത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ പരിപൂർണമായ തലത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കാര്യമാണ്. അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് സംവിധാനങ്ങളുണ്ട്, അവരാണ് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത്. അതെ, ഇപ്പോൾ പാനൂരിലെ
ബോംബ് സ്ഫോടനവും മരണവുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവരുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കം പറഞ്ഞത് ഞങ്ങളുടെ ആളുകൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അവിടെ ഇയാളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോയത് ഇവരുടെ അംഗങ്ങൾ തന്നെയാണ്, പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. പക്ഷെ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് അവിടെ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കിക്കളയുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ടി.പി. ചന്ദ്രശേഖരൻ മരിച്ച സമയത്ത് അങ്ങനെ ഒരു സഖാവ് മരിച്ചപ്പോൾ അനുശോചനം അറിയിക്കാൻ അന്ന് ആരെയും കണ്ടില്ല, ഇവരുടെ ആളുകൾ ആരും പോയില്ലല്ലോ. അല്ല, അത് CPM-നെ സംബന്ധിച്ച് CPM-ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിഷയത്തിൽ CPM ഡിഫൻസിൽ നിൽക്കുകയാണെന്ന് വെച്ചോളൂ, നമ്മൾ അന്നത്തെ ദിവസത്തെ ചാനൽ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 7 ചാനലുകളിലാണ് രാത്രി ഡിബേറ്റ് നടക്കുന്നതെങ്കിൽ 7 ചാനലുകളിലെയും പ്രതിനിധികൾ ഒരുപോലെ കള്ളം പറയും. അത് അവർക്ക് മാത്രം സാധിക്കുന്നതാണ്. 7 ചാനലിലെയും പ്രതിനിധികൾ ഒരുപോലെ വന്ന് കള്ളം പറഞ്ഞിട്ട് പോകുന്നത് അവർക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനും അറിയാം. എല്ലാവരും ഒരേ കാര്യം ആവർത്തിച്ച് പറയും. ഇപ്പോൾ നമ്മൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹെൽമെറ്റും ചെടിച്ചട്ടിയും എടുത്ത് കുറച്ച് ആൾക്കാരെ തല്ലുന്ന കാര്യം. നവകേരള ബസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയോട് നമ്മൾ എന്ന് ചോദിച്ചാലും പറയും ജീവൻ രക്ഷാപ്രവർത്തനമാണെന്നോ, ഒരു സംശയമില്ല. അത് ഏറ്റവും അവസാനത്തെ കേഡർ വരെ അത് ഏറ്റു പറയും. അവർക്ക് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാത്തതിന്റെ വിഷയമല്ല. മരണമാണ് ആ സമയത്ത് നാട്ടിലുള്ള ഒരു ആളുടെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ മരിച്ച സമയത്ത് ആകെ പോയത് ഒരു V.S. അച്യുതാനന്ദനെ മാത്രമേ നമ്മളവിടെ കണ്ടുള്ളൂ, മറ്റാരെയും നമ്മളവിടെ കണ്ടില്ല. V.S. അച്യുതാനന്ദൻ പോയതിന്റെ പുറകിൽ അവരുടെ ഗ്രൂപ്പ് പരമായ വിഷയങ്ങൾ കൂടിയാണ്. അതെ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ കൊന്നു, നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മളതിനെ ഇനി ഡിഫെൻഡ് ചെയ്യുക, നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പരമാവധി അതിന് പുറത്ത് കള്ളം പറയുക എന്ന് മാത്രമാണ്. ഇപ്പോൾ കുഞ്ഞനന്ദൻ മരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ പറയുന്നത് കുഞ്ഞനന്ദൻ മനുഷ്യസ്നേഹിയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത്. ഇത്രയും കോടതികൾ മുഴുവൻ അവരെ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നാൽ ഇവർ പറയുന്നത് എന്താണ്, കോടതി ബൂർഷ കോടതിയാണ്, അവരൊക്കെ നിരപരാധികളാണ് എന്നുള്ളതാണ്. ഇത് എന്ത് തരം സ്റ്റാൻഡാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഇവരിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൈൻബാരി കൂട്ടക്കൊല നടത്തി. സൈൻബാരി കൂട്ടക്കൊല വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്, വെസ്റ്റ് ബംഗാളിൽ നടന്നതാണ്. അതായത് അമ്മയെ, സ്വന്തം മക്കളെ വെട്ടിക്കൊന്നിട്ട് അവരുടെ ചോര ഒഴിച്ച് അമ്മയെ കൊണ്ട് തീറ്റിച്ചാണ്. അതിൻ്റെ അകത്തുള്ള പ്രതിപതി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, നിരുപംസൻ എന്നാണ്, ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നതാണ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്ന ഒന്നാണോ? അമ്മ വെട്ടിക്കൊന്നിട്ട് അമ്മയെ കൊണ്ട് മകൻ്റെ ചോറിൽ കുഴച്ച് തീറ്റിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ടി.പി. ചന്ദ്രശേഖരനായിരുന്നാലും ശരി തന്നെയാണ്, സൈൻബാരി ആയിരുന്നാലും ശരി തന്നെയാണ്, KT ജയകൃഷ്ണ മാസ്റ്റർ ആയിരുന്നാലും ശരി തന്നെയാണ്. CPM-ന് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അവർ കൊല്ലുന്ന ആൾക്കാരെ അവർക്ക് ഏത് തരത്തിലും വ്യക്തിഹത്യ, അവരുടെ കുടുംബങ്ങളെ എന്തും പറയാം. അവർക്ക് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജീവൻ രക്ഷാപ്രവർത്തനവും മറ്റതാവും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മാറും. അത് ആ പാർട്ടിയുടെ DNA-യിൽ കിടക്കുന്ന ഒരു സാധനമാണ്. ഈ സർക്കാർ വിരുദ്ധത ഒളിപ്പിക്കുക എന്നത് അവരുടെ ഒരു കർത്തവ്യമാണ്, കടമയാണ് പാർട്ടിയുടെ. അങ്ങനെയാണല്ലോ, അതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ ബോധമുള്ള മലയാളി അതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അല്ലേ, അത് രാഷ്ട്രീയ ബോധമുള്ള മലയാളി എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് CPM-ന്. ഇപ്പോൾ CPM-നകത്ത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് 10-25,000 CIT മെമ്പർഷിപ്പുകളുണ്ട്. അപ്പോൾ ഈ 25,000 പേര് പാർട്ടിയെ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ എത്ര വോട്ടായിട്ട് മാറും നമ്മൾ നോക്കണം. അപ്പോൾ അതൊരു പർട്ടിക്കുലർ സംഘടിത വോട്ടാണ്. ആ വോട്ട് അവർക്ക് അവിടെ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പുറത്തേക്ക് ഒരു വിഭാഗത്തിനെ സ്വാധീനിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തെങ്ങ് കയറ്റ തൊഴിലാളി യൂണിയൻ, ചുമട്ട് തൊഴിലാളി യൂണിയൻ, ഇങ്ങനെ തുടങ്ങി അവർ സകലയിടത്ത് ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അത്രയും മെമ്പർഷിപ്പ് കൊടുത്ത് അവരിലേക്ക് ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ് കൃത്യമായിട്ട്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് ജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കലി അവർക്ക് ജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള വികാരം ഉണ്ടായി കഴിഞ്ഞിരുന്നാലും ശരി തന്നെയാണ്, അവരെ മൈക്രോ മാനേജ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CAA വിഷയം ആവശ്യമില്ലാത്ത എടുത്ത് മറ്റൊരു തലത്തിൽ ട്വിസ്റ്റ് ചെയ്ത് അവതരിപ്പിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം.
ഇപ്പോൾ UCC വിഷയത്തിനെ എടുത്തുകൊണ്ട് വന്നിട്ടൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ഈ മുത്തലാഖ് വിഷയത്തിനെ കൊണ്ടുവന്നിട്ടൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്നുള്ള തലത്തിലൊരു നറേറ്റീവ് സൃഷ്ടിക്കുക. അപ്പോൾ ഇവരുടെ ഈ കേഡർ വോട്ട് ഇത്രയും ഉറപ്പിക്കുന്നതിനുപരിയായിട്ട് പറയുന്ന ഓരോ പോക്കറ്റുകളിലായിട്ട് അതിന് നമുക്ക് ഇന്ന മണ്ഡലത്തിൽ ഇത്ര 10,000 അല്ലെങ്കിൽ 15,000 മുസ്ലിം വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 2 ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലുള്ള പോര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിൽ ഈ വിഭാഗത്തിനെ നമുക്ക് കൂടെ നിർത്തിയാൽ മതി, അപ്പോൾ ഇവിടുന്ന് ഒരു 5,000 വോട്ട് നമുക്ക് കിട്ടി. ഈ തരത്തിൽ അവർക്ക് മൈക്രോ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ധൈര്യത്തിലാണ് അവർ ഈ അഹങ്കാരം മുഴുവൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് റിയാലിറ്റി. പക്ഷെ മാസപ്പടിയിൽ ധൈര്യം ഒന്ന് ചോരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, മാസപ്പടി വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു കേസാണ്. അവർക്ക് അതിൽ നിന്ന് ഒരു തരത്തിലും ഊരിപ്പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 2019 IT റെയ്ഡ് നടക്കുന്നു, ഈ പറയുന്ന CMRL അവിടെ എന്താണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങളൊരു സേവനവും നൽകിയിട്ടില്ല, ഈ വീണയുടെ കമ്പനി ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ആയിട്ട് അവർ പെട്ടു. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഭാഗത്ത് നിന്ന് വിധിയും വരുന്നു, അതിനകത്ത് പരാമർശവും വരുന്നു, എന്താണ് ഇത് ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന് കൊടുത്താണെന്നുള്ള തലത്തിൽ. അപ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് ഒരു തരത്തിൽ അവർക്കത് ഊരിപ്പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും തലയ്ക്ക് മുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഡെമോക്രസിന്റെ വാളെന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന കേസ്. അത് ഏത് നിമിഷം അവരുടെ തലയിലേക്ക് വീഴുന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല ധാരണയുണ്ട്. അത് അവർക്കും നല്ല ധാരണയുണ്ട്, പാർട്ടിയുടെ സാധാരണക്കാരായ അണികൾക്കും നല്ല ധാരണയുണ്ട്. പിണറായി വിജയൻ ഈ വിഷയത്തിൽ അഴിമതി കാണിച്ചു എന്നുള്ള കാര്യത്തിൽ. കാരണം ഇതിനു മുമ്പ് പല കേസുകളിൽ, ഇപ്പോൾ ലാവ്ലിനായിരുന്നാലും ശരി, മറ്റു പല കേസുകളായിരുന്നാലും ശരി, ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തത്, പാർട്ടിക്ക് ചില അസറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്തെന്നുള്ള തലത്തിലൊരു സ്റ്റോറി ഇവർക്ക് ഓടിച്ച് അണികളെ പറ്റിക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യമേ ഉള്ളൂ. ഈ മാസപ്പടി പറയുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരൻ പറയുന്ന ഒരു കാര്യം, ലാവ്ലിൻ കേസ് എത്രാമത്തെ പ്രാവശ്യമാണ് മാറ്റിവെച്ചത്, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇത് തന്നെ മാസപ്പടിയിലും ആവർത്തിക്കില്ലേ എന്നൊരു ചോദ്യം വരികയാണ് സാധാരണക്കാരന്, സാധാരണ വോട്ടറിൽ നിന്ന്. അല്ല, ഇതിനകത്ത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ ഒരു പങ്കിരിക്കുന്ന വിദേശത്താണ്. ഇപ്പോൾ SNC ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനി അതൊരു വിദേശ കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ പേപ്പേഴ്സ് കിട്ടേണ്ടി വരുന്നത് എവിടെ നിന്നാണ്? വിദേശത്തു നിന്നാണ് കിട്ടേണ്ടി വരിക. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഡോളർ കടത്തായിരുന്നാലും ശരി, സ്വർണ്ണക്കടത്തായിരുന്നാലും ശരി. UAE ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ അവരിവിടുന്ന് UAE തന്നെ നയതന്ത്ര പരീക്ഷയോടുകൂടി ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. 2 രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടിയാണ്, നമുക്ക് ഇടപെടുന്ന അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് പലതിലും ഇൻഫർമേഷൻ കിട്ടുന്നതിന് പല തലത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും, നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അവിടെ ചോദ്യം ചെയ്യുന്നതിന് അവിടെ പോയി നമുക്കൊരു ഇപ്പോൾ കാനഡയിൽ പോയിട്ട് അവിടെയുള്ള ഒരാളെ ചോദ്യം ചെയ്യാന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ട് സാധിക്കുന്ന സാധനമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ക്രിയേറ്റ് ആകുന്നത് പിണറായി വിജയൻ ഒരു പരിധിക്ക് അപ്പുറം എല്ലാ കാലഘട്ടത്തിലും ഇത്തരം കേസുകളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാസപ്പടി കേസിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. വളരെ ക്ലീൻ ആയിട്ടാണ് ആ കേസ് മുമ്പിൽ നിൽക്കുന്നത്. ഇതിനോടകം അതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന മുഴുവൻ ഔട്ട്പുട്ട്സും ഇവർക്കെതിരാണ്. ശരി, അന്വേഷണം കർത്തയിലേക്ക് വരെ എത്തി അല്ലേ? പിണറായി വിജയനെയോ, അല്ലെങ്കിൽ പിണറായി വിജയൻ അവിടെ നിൽക്കട്ടെ, വീണ വിജയനെ ED അന്വേഷണത്തിന് വിളിപ്പിക്കുന്നു. അതിനകത്ത് ഇപ്പോൾ EDയുടെ വക്താവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം അന്വേഷണ ഏജൻസിയാണ്. ഇപ്പം ഞാൻ അതിനകത്തൊരു ആഭ്യന്തരമന്ത്രിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാം. അല്ല, ഞാൻ BJPയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ വളരെ കാര്യമായിട്ട് തന്നെ ആ വിഷയത്തിന് ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വളരെ സുതാര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ED അത് വീണ വിജയനെ അന്വേഷണത്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് തീർച്ചയായിട്ടും എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എപ്പോ എങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ EDയുടെ ഭാഗത്തുനിന്ന് മറുപടി പറയാൻ സാധിക്കില്ല. പക്ഷേ അത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും മോദിയുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം മുന്നിലുണ്ട്. അതിനുള്ള മുൻകരുതലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് CPM ഇപ്പോൾ തന്നെ. അവരുടെ പ്രചാരണ വിഷയങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ അത് എങ്ങനെയൊക്കെ ന്യായീകരിക്കണം എന്നുള്ളൊരു വെപ്രാളമുണ്ട് ഇപ്പോൾ. അല്ല, ആ വെപ്രാളത്തിന്റെ പുറത്താണ് അവരിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്ന സമയത്ത് ഇവരടങ്ങി
ഇറങ്ങി പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് എന്തിനാണ്? ഇപ്പോൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇത്രയും വെപ്രാളങ്ങളുണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ അവരിവിടെ പന്തം കൊളുത്തി പ്രകടനവുമായിട്ട് അവർ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ചൂടടിച്ചു എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ഉള്ള ആംബിയർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് നേരെയും വരും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പോൾ അവർക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടി കൈകോർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. അപ്പം അവർക്ക് സീരിയസ്ലി അവർക്ക് ചൂടടിച്ചു തുടങ്ങി എന്നുള്ളതാണ്. വളരെയധികം നന്ദി യുവരാജ് ഗോകുൽ ഇത്ര നേരം ജനവിധിയിൽ സംസാരിച്ചതിന്. ഏതായാലും ഇനിയിപ്പോൾ അധിക ദിവസം ഇല്ല നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ വരിക എന്ന് ജൂൺ 4 വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. നോക്കാം. താങ്ക് യു.